നമ്പർ 3 എന്താ പറഞ്ഞ നോക്കിക്കേ. അപ്പൊ ഡൊമൈൻ എന്താ മക്കളെ മറന്നുപോയവര് നോക്കിക്കോ. റോസ്റ്റർ ഫോം നമുക്കറിയാം, സെന്റൻസ് മാറ്റി കോമ അങ്ങനെ എഴുതുന്നതാണ് റോസ്റ്റർ ഫോം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, റിലേഷൻ നമ്മൾ ഓർഡേഡ് പെയർ ആയിട്ട് എഴുതുന്നത്. എന്ന് വെച്ചാൽ ബ്രാക്കറ്റില് രണ്ടുപേര് എഴുതാം. അതിലെ ഒന്നാമത്തെ ആളുകളെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ, രണ്ടാമത്തെ ആളുകളെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. രണ്ടാമത്തെ എലമെന്റ് ഏത് സെറ്റിൽ നിന്നാണോ ആ സെറ്റിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ എലമെന്റ് y ആണ്, y എലമെന്റ് ഓഫ് b ആണ്. അപ്പൊ b ആണ് കോഡൊമൈൻ. നോക്കൂ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, a is equal to 1 2 3 5, b is equal to 4 6 9. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ റിലേഷൻ r ഫ്രം a to b. എയിൽ നിന്നും ബിയിലേക്കാണ് എന്ത് റിലേഷൻ പറയുന്നത്. ബൈ അപ്പൊ തന്നെ മനസ്സിലായി, a to b, ആ 2-ന് ശേഷം കിടക്കുന്നതാണ് കോഡൊമൈൻ. സപ്പോസ് കോഡൊമൈനെ കുറിച്ച് ചോദിച്ചാൽ ഇതാണ് കോഡൊമൈൻ. റിലേഷൻ നോക്കിക്കേ, r is equal to ordered pair xy such that difference between x and y is odd. x element of a, y element of b. നമ്മൾ എഴുതുന്ന റിലേഷനിൽ ഓർഡേഡ് പെയറിലെ ഒന്നാമത്തെ ആള് എയിലെ ആളായിരിക്കണം, രണ്ടാമത്തെ ആള് ബിയിലെ ആയിരിക്കണം. അവർ തമ്മിലുള്ള ഡിഫറൻസ് ഓഡ് നമ്പർ ആയിരിക്കണം. ആത്മജയ പറഞ്ഞ മോനെ എങ്ങനെ വരും? ആദ്യം നമുക്ക് ഇവിടുത്തെ 1 എടുക്കാം. 1-ആയിട്ട് ഇവിടെ അനുസരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ പേർ ചെയ്യാം. 1ഉം 4ഉം 1ഉം 4ഉം എടുക്കുമ്പോ നോക്ക്, 1ഉം 4ഉം കൂടെയുള്ള ഡിഫറൻസ് 3 ആണ്. ആദ്യത്തതിൽ നിന്ന് രണ്ടാമത്തെ കുറയ്ക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല, പകരം അവർ പറഞ്ഞു ഇവര് തമ്മിലുള്ള വ്യത്യാസം മാത്രം നോക്കിയാൽ മതി. ഇനി പറവനെ 1ന് വേറെ ആരുമായിട്ടെങ്കിലും ഉണ്ടോ ഓർഡർ റിലേഷൻ? 1 6 മിടിക്ക്. പിന്നുണ്ടോ? 2നെ പിടി. അടുത്ത് പറഞ്ഞു 3 4 3 6 5 4. ാക്കിക്കോ മോനെ. നമുക്ക് ആദ്യം 1 എടുത്തു. 1ഉം 4ഉം കൂടെയുള്ള ഡിഫറൻസ് നോക്കി, 3 ആണ്, ഓഡ് നമ്പർ ആണ്. അപ്പൊ അത് ഓക്കെ, അപ്പൊ എഴുതി 1 4. അടുത്ത 1ഉം 6ഉം കൂടെ നോക്കി, അപ്പൊ 5 ഓഡാണ്. 1ഉം 9ഉം കൂടെ നോക്കി 8, അപ്പോ ഓഡല്ല, ഈവൻ ആണ്. അപ്പൊ 1 9 എഴുതണ്ട. അടുത്ത 2 4 ഡിഫറൻസ് ഈവൻ ആണ്, 2 6 ഡിഫറൻസ് ഈവൻ ആണ്, 2 9 ഡിഫറൻസ് ഓഡാണ്. അങ്ങനെ നോക്കി റിലേഷൻ എഴുതി. ഇതാണ് മൂന്നാമത്തതിന്റെ സൊല്യൂഷൻ. അവര് ഡൊമൈനും റേഞ്ചും ഒന്നും ചോദിച്ചിട്ടില്ല. അടുത്ത നാലാമത്തത് നോക്ക്, ഒരു ക്വസ്റ്റ്യൻ ഫിഗർ ആയിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ടാണ് അവർ ചോദിച്ചേക്കുന്നത് പിയിൽ നിന്നും ക്യൂയിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് മുമ്പ് വരെയുള്ള 1ഉം 2ഉം 3ഉം ക്വസ്റ്റ്യൻ അവര് എന്ത് തന്നു, സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ എഴുതാനാ പറഞ്ഞത്. ഇപ്പൊ എന്ത് പറ്റി, അവർ പിക്ചർ തന്നിട്ട് സെറ്റ് ബിൽഡർ എഴുതാനും പറഞ്ഞു, റോസ്റ്റർ എഴുതാൻ പറഞ്ഞു, ഡൊമൈൻ എഴുതാൻ പറഞ്ഞു, റേഞ്ച് എഴുതാൻ പറഞ്ഞു. മക്കളെ ആരെങ്കിലും ഒരാൾ പറയാവോ, ഞാൻ നിങ്ങളെ വിളിക്കണമെങ്കിൽ എത്ര തവണ തിരിച്ചു വന്ന് നോക്കണമെന്നോ? നിങ്ങൾ സ്വയമേ പറയാൻ നോക്കൂ കേട്ടോ. ആരെങ്കിലും പറയാവോ? തെറ്റിയാലും സാരില്ല. അർച്ചന മോനെ മ്യൂട്ട് മാറ്റിക്കേ. മോനെ പറയടാ, അതെ പിയും ക്യൂ ആയിട്ടൊരു റിലേഷൻ പറഞ്ഞേ. പിക്ക് എന്ത് ചെയ്താൽ, പിയിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താൽ ക്യൂ കിട്ടും? 5നെ 3 ആക്കാൻ എന്ത് ചെയ്യണം? 5നെ 3, 5 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ട് മോനെ, അതിനെ 3 ആക്കാൻ എന്ത് ചെയ്യണം? 2 കുറച്ചു. ആ 6നെ 4 ആക്കാൻ സെയിം ലോജിക്ക് വർക്ക് ആണോ നോക്കിക്കേ. ആണ്. 7നെ 5 ആക്കാനും അതേ ലോജിക്ക് വർക്ക് ആണോ? അതെ. അപ്പൊ ഒരാളെ വെച്ച് മാത്രം പറയരുത് കേട്ടോ, 3 പേരിന്റെ 3 പേരെ നോക്കണം. ആ 3 പേരും അത് അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. സെറ്റ് ബിൽഡർ പറ. ഫസ്റ്റ് പാർട്ട് അതാണ് സെറ്റ് ബിൽഡർ. പറഞ്ഞ r is equal to റിലേഷൻ ആയതുകൊണ്ട് r is equal to set of x, y such that y is equal to x minus 2. മിടുക്കി. ഇനി പറ x എലമെന്റ് ഓഫ് ഏതാ?
5 6 7 ഒരു കോമൺ ആയ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് മുകളില്. അത് സെറ്റ് പി ആണെന്ന് പറഞ്ഞ. അപ്പൊ എക്സ് എലമെന്റ് ഓഫ് പി, വൈ എലമെന്റ് ഓഫ് ക്യൂ. എടുക്കി. ഇതാണ് സെറ്റ് ബിൽഡർ. അങ്ങനെയാണ് റോസ്റ്റർ പറഞ്ഞ ഇതിന്റെ R is equal to 5 5 3 6 4 7 5. വെരി ഗുഡ്. അടുത്ത പറഞ്ഞ ഡൊമൈൻ പറയടാ. സെറ്റ് എന്ന് പറയണം കേട്ടോ. സെറ്റ് 5 6 7. റേഞ്ച് പറ. സെറ്റ് 3 4 5. ഓക്കെ. കോഡൊമൈൻ ഉണ്ടായിരുന്ന എന്ത് പറഞ്ഞേനെ? റിലേഷൻ പിയിൽ നിന്ന് ക്യൂവിലേക്കാണ് റിലേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ കോഡൊമൈൻ ചോദിച്ചിരുന്നെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ മതി. എവിടുന്ന് എങ്ങോട്ടാണോ റിലേഷൻ ആ ക്യൂവിന് ശേഷം ഉള്ളതിനെ പറഞ്ഞാൽ മതി. പിയിൽ നിന്ന് ക്യൂവിലേക്കല്ലായിരുന്നു റിലേഷൻ. അതുകൊണ്ട് കോഡൊമൈൻ ആരാന്ന് ചോദിച്ചാൽ ക്യൂ. മനെ മ്യൂട്ട് ആക്കിക്കോ. മക്കളെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെ ചോദിച്ചേ. ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ റിലേഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഫംഗ്ഷനിൽ നിന്നും വരും. ഡൗട്ട് ഇല്ല. 4 മാർക്ക് ചാപ്റ്റർ ആണ്. അപ്പൊ അടുത്തത് 5th ക്വസ്റ്റ്യൻ നോക്ക്. എ ഇസ് ഈക്വൽ ടു തന്നു. റിലേഷൻ അവർ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. എ കോമ ബി സച്ച് ദാറ്റ്. നമ്മൾ നേരത്തെ എക്സ് കോമ വൈ എന്ന് പറഞ്ഞതിന് പകരം അവർ എ കോമ ബി എന്ന് എഴുതി. ഒരു കുഴപ്പമില്ല. എന്ത് ലെറ്റർ വേണേലും ഉപയോഗിക്കാം. എക്സ് തന്നെ ഉപയോഗിക്കണം യാതൊരു നിർബന്ധമില്ല. എ കോമ ബി സച്ച് ദാറ്റ്. അപ്പൊ അവര് പറയുവാണ് എയിൽ നിന്നും എയും ബിയും എലമെന്റ് ഓഫ് എ ആണ്. അപ്പൊ ഇവിടുത്തെ കോഡൊമൈൻ ആരാ? രണ്ടാമത്തെ ലെറ്റർ ബി ആയിരുന്നു. ബി എലമെന്റ് ഓഫ് എ ആണ്. അതുകൊണ്ട് തന്നെ കോഡൊമൈൻ എന്ന് പറയുന്നത് എ ആണ്. ചോദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എഴുതി തരുന്നത് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ കോഡൊമൈനിൽ സ്റ്റക്ക് ആവരുത്. അതുകൊണ്ടാ. അപ്പൊ ഞാൻ എഴുതുക. കോഡൊമൈൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ എലമെന്റ് ബിലോങ്സ് ടു ഏതാണോ അതാണ് കോഡൊമൈൻ. ആരാ? എ. എന്തോ റിലേഷൻ എന്താ? ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ തന്നെ 2 1 ബി ആയിട്ട് എ കോമ ബി എന്നുള്ളതാ ഫോം. അവരുടെ ആവശ്യം ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. ബി ഇതാ. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 1നെ 2 കൊണ്ട് എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ 2 4 ഇതാണ് എ, ഇതാണ് ബി. ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ ആണോ? 4 2 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആണ്. ഇതാണ് അവർ ഉദ്ദേശിച്ചേക്കുന്ന സാധനം. ശ്രദ്ധിച്ച് തന്നെ എഴുതണം. മക്കളെ വേറെ ആരെങ്കിലും തന്നെ പറയടാ. ആരെങ്കിലും ഒക്കെ 1 2. അതിനു മുമ്പ് 1നെ 1 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? ഒരാളെ അപ്പൊ മിസ്സിങ് ആയി പോയേനെ. 1. അതിനെന്തോ ചെയ്യേണ്ടത്? ആദ്യം മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ആദ്യത്തെ എലമെന്റ് എവിടുത്തെയാണെന്ന് എഴുതി വെക്കണം. രണ്ടാമത്തെ എലമെന്റ് എവിടുത്തെയാണെന്ന് എഴുതി വെക്കണം. അപ്പൊ ഒരു കുഴപ്പം പറ്റില്ല. നമുക്ക് എഴുതി വെച്ചിട്ട് പോവാം. 1 2 3 4 6. ഇതാണ് എ എന്ന് പറയുന്ന ആള്. ഇവിടുത്തെ ആയിരിക്കണം. ബി എവിടുത്തെയാണെന്നൂടെ എഴുതി വെച്ചോണം. 1 2 3 4 6. ഇനി പറഞ്ഞു. ഇതാണ് ബിയുടെ ആളുകൾ. ആവശ്യം ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. പറഞ്ഞേ. 1 1 1 2 1 3 1 4 1 6. 1 കൊണ്ട് എല്ലാവരും ഡിവിസിബിളാ. അടുത്ത 2 എടുത്തോ. 2 2നെ 2 കാണുന്നില്ലേ നീ? 2നെ 2 കൊണ്ട് ഡിവിസിബിൾ അല്ലേ മോനെ? 2 2 2 4 ഇത്ര നോക്കിയാ മതി. ബി ഡിവിസിബിൾ ആയിരിക്കണം എന്ന് പറയുന്നതിലും കുറച്ചുകൂടെ നല്ലത് എ മൾട്ടിപ്പിൾ ഓഫ് എ. ആരുടെ ഒക്കെ മൾട്ടിപ്പിൾ ആന്ന് നോക്കുക. 2 ആരുടെ ഒക്കെ 2ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. 2ന്റെ മൾട്ടിപ്പിൾ ആണ് 2 4 6.
അടുത്ത ആളെ പിടി മോനെ. 3 കൊണ്ട് ഡിവിസിബിൾ. 3 3 3 6. അടുത്തത് 4 4. പറ ഡൊമൈൻ പറ. ഡൊമൈൻ എന്തെന്ന്? 1 2 3 4 6 മൊത്തം വരുന്നുണ്ട്. റേഞ്ച് പറ. സെറ്റ് 2 3 4 6. സെക്കൻഡ് എലമെന്റ് ആയി 1 വരുന്നില്ലേ? ദേ ഇവിടെ നോക്ക്. അതായത് ഡൊമൈനും റേഞ്ചും സെയിം ആണ്. അത് എ തന്നെയാണ്. കോഡൊമൈനും എ തന്നെയാണ്. മ്യൂട്ട് ആക്കിക്കോ മോനെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 6th ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ഇതാണ്. ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക. റിലേഷൻ എന്താ? R is equal to x, x plus 5 such that x element of 0, 1, 2, 3, 4, 5. അപ്പൊ പറഞ്ഞു അവര് എക്സ് എലമെന്റ് ഓഫ് ഇതാണ്. അതായത് ഫസ്റ്റ് എലമെന്റ് എവിടെ ഉള്ളവരാന്ന് പറഞ്ഞു. സെക്കൻഡ് എലമെന്റ് എവിടെ ഉള്ളവരാന്ന് പറഞ്ഞില്ല. അപ്പൊ സെക്കൻഡ് എലമെന്റിനെ ഏത് വേണേലും എടുത്തോ. അപ്പൊ അവര് കോഡൊമൈനെ കുറിച്ച് ചോദിക്കില്ല. കാര്യം സെക്കൻഡ് എലമെന്റ് എവിടെ ഉള്ളതാന്ന് നമുക്കറിയില്ല. നമുക്ക് എഴുതാം. R is equal to എക്സിന് ആദ്യത്തെ വാല്യൂ എടുക്കുക 0. എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 5 എന്ത് കിട്ടും? 5. അടുത്തത് എക്സിന് അടുത്ത വാല്യൂ കൊടുക്കുക 1. 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 5 6. 2 കൊടുക്കുമ്പോൾ 2 പ്ലസ് 5 7. 3 8. 4 9. 5 10. ഇങ്ങനെ വരും റിലേഷൻ. മക്കളെ ഡൗട്ട് ഉള്ളവർ ചോദിക്കുക കേട്ടോ. 7th ക്വസ്റ്റ്യൻ ഹോംവർക്ക് എന്താ? എക്സ് തന്നു, എക്സ് ക്യൂബ്. അവര് പറഞ്ഞു എക്സ് എലമെന്റ് ഓഫ് എന്താണ്? മക്കളെ നേരത്തെ വരെയുള്ള ക്വസ്റ്റ്യനെ കണ്ടോ? ആദ്യത്തെ എലമെന്റ് എവിടെ ഉള്ളതാണെന്നും രണ്ടാമത്തെ എലമെന്റ് എവിടെ ഉള്ളതാണെന്നും പറഞ്ഞു. നോക്ക് ഇവിടെ. എ എലമെന്റ് ഓഫ് എ, ബി എലമെന്റ് ഓഫ് എ. ഇവിടെ പറഞ്ഞു ഫസ്റ്റ് എലമെന്റ് പിയിലെ, സെക്കൻഡ് എലമെന്റ് ക്യൂയിലെ. ഇവിടെ എന്ത് പറഞ്ഞു? ഫസ്റ്റ് എലമെന്റ് എയിലെ, സെക്കൻഡ് എലമെന്റ് ബിയിലെ. പക്ഷെ ഇവിടെ കണ്ടോ എക്സ് എലമെന്റ് ഓഫ് എവിടുത്തെയാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെന്റ് എവിടുത്തെയാന്ന് പറഞ്ഞു, സെക്കൻഡ് എലമെന്റ് എവിടുത്തെയാണെന്ന് പറഞ്ഞില്ല. പകരം സെക്കൻഡ് എലമെന്റിനെ ഇൻ ടേംസ് ഓഫ് എക്സ് തന്നെ റെപ്രസെന്റ് ചെയ്തു. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ഒരു എക്സ് പ്ലസ് 5 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രേ അവർ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ എക്സിന് 0 കൊടുക്കുക. ഫസ്റ്റ് വാല്യൂ കൊടുക്കുക. 0 കൊടുത്താൽ 0 പ്ലസ് 5 എഴുതണം. എത്ര? 5. 0, 5. 1 കൊടുത്താൽ 1 പ്ലസ് 5 എഴുതണം. അതായത് 1, 6. 2 കൊടുത്താൽ 2 പ്ലസ് 5 എഴുതണം. അപ്പൊ 2, 7. 3 കൊടുത്താൽ 3 പ്ലസ് 5. 3 പ്ലസ് 5 എത്ര? 3, 8. 4 കൊടുത്താൽ 4 പ്ലസ് 5. 4 പ്ലസ് 5 എത്ര? 9. അപ്പൊ 4, 9. 5 കൊടുത്താൽ 5 പ്ലസ് 5 10. മനസ്സിലായോ മോനെ? അവരെന്ന് വെച്ചാൽ എക്സിനെ മാത്രമേ പറയുന്നുള്ളൂ. എക്സ് ഇന്ന സ്ഥലത്തെയാണ്. എന്നിട്ട് രണ്ടാമത്തെ ടേമിനെ ഇൻ ടേംസ് ഓഫ് എക്സിൽ പറഞ്ഞാൽ അതിന്റെ മീനിങ് എല്ലാ എക്സുകൾക്കും കറസ്പോണ്ടിങ് ഒരു എക്സ് പ്ലസ് 5 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 7 ഹോംവർക്ക് വേണ്ട. ഞാൻ പറഞ്ഞുതരാം. 7 എന്താണ് അവർ പറഞ്ഞത്? റിലേഷൻ ഇതാണ്. R is equal to x, x cube. എന്ന് വെച്ചാൽ വൈയുടെ പ്ലേസിൽ എക്സ് ക്യൂബ് വന്നു. അതായത് y is equal to x cube എന്നുള്ളതാ റിലേഷൻ. ഇവിടെ എന്താ? വൈയുടെ പ്ലേസിൽ x plus 5 വന്നു. അതായത് y is equal to x plus 5 എന്നുള്ളതാണ് റിലേഷൻ. വേണമെങ്കിൽ വൈയുടെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാ. പിന്നെ അവര് പറഞ്ഞു എക്സ് എവിടെ ഉള്ളതാന്ന് പറഞ്ഞു. എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ആണ്, പ്രൈമും ആണ്. അപ്പൊ ആലോചിച്ചണം ആരൊക്കെ വരും? 2 വരും. അപ്പൊ നമ്മൾ ഓരോരുത്തരും എടുക്കുക. R is equal to 2, 2 ക്യൂബ് വരും. 2 ക്യൂബ് എത്ര? 2 ക്യൂബിന് 2 ക്യൂബ് എന്നിരുന്നു. അടുത്ത 2ന് ശേഷം വരുന്ന പ്രൈം 3 ആണ്. 3, 3 ക്യൂബ് വരും. അത് കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ 5 ആണ്. അപ്പൊ 5, 5 ക്യൂബ്. അത് കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ 7 ആണ്. അപ്പൊ 7, 7 ക്യൂബ്. 10നേക്കാൾ ചെറുതായി വേറെ പ്രൈം നമ്പർ ഇല്ല. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. മക്കളെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോടാ?
വേണ്ട, നിങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ എല്ലാം ആൻസർ അങ്ങോട്ട് എഴുതിക്കേ. ഞാൻ നിങ്ങളെ ആൻസർ എഴുതുന്നില്ലെന്ന കാര്യം മറന്നിരിക്കായിരുന്നു, അതുകൊണ്ടാ എഴുതിപ്പിക്കാൻ. ക്വസ്റ്റ്യൻ എഴുതാൻ സ്പേസ് ഇടുക, ആൻസറുകൾ തന്നെത്താനെ എഴുതിയാൽ അത്രയും നല്ലത്. 7th ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെത്താനെ എഴുതാൻ നോക്കുക കേട്ടോ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മക്കളെ എല്ലാരും കഴിഞ്ഞല്ലോ, മാറ്റുവാണ് ഞാൻ. ബാലൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് നോക്കി എടുത്ത് ചെയ്യാൻ നോക്കിക്കോ. വേണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ. A is equal to തന്നു, B is equal to തന്നു. ഫൈൻ നമ്പർ ഓഫ് റിലേഷൻ. നമ്പർ ഓഫ് റിലേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. റിലേഷൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യന്റെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് കാർട്ടീഷ്യനിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എ ബി കാർട്ടീഷ്യൻ ചെയ്യുമ്പോൾ എത്ര കിട്ടും? എയിൽ 3 പേര്, ബിയിൽ 2 പേര്. കാർട്ടീഷ്യൻ ചെയ്യുമ്പോൾ 2 into 3. സബ്സെറ്റ് ആയതുകൊണ്ട് 2 ഈ ആൻസർ എഴുതണം. അതായത് 2/6 എത്ര കിട്ടും? 64 എന്ന് കിട്ടും ആൻസർ. ജനറലി ഇങ്ങനെ നമ്പർ ഓഫ് റിലേഷൻ എത്ര? 2/mn. കാര്യം എന്താ? എയിൽ നിന്ന് ബിയിലേക്കുള്ള കാർട്ടീഷ്യനുകളുടെ എണ്ണം mn ആണ്. സബ്സെറ്റ് ആകുമ്പോൾ 2 ഇത് എഴുതും. 8th ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു അതുകൊണ്ട്. 9th ക്വസ്റ്റ്യൻ ഇത് 8ാമത്തെ സൊല്യൂഷൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആർ ബി എ റിലേഷൻ ഓൺ ഇസഡ്. ഇസഡ് ആണ്. നോക്കു മക്കളെ, എ എലമെന്റ് ഓഫ് ഇസഡ് ആണ്, ബി എലമെന്റ് ഓഫ് ഇസഡ് ആണ്. എ മൈനസ് ബി ഈസ് ആൻ ഇന്റീജർ. അങ്ങനെയാണെങ്കിൽ ഡൊമൈനും റേഞ്ചും എത്ര? ആലോചിച്ച് നോക്കിക്കേ. ഇന്റീജറിൽ നിന്ന് ഇന്റീജർ കുറച്ചാൽ എന്ത് തന്നെ കിട്ടും? ഇന്റീജർ തന്നെ കിട്ടും അല്ലെ? ഇന്റീജറിൽ നിന്ന് ഇന്റീജർ കുറച്ചാൽ ഒരു ഇന്റീജർ തന്നെ കിട്ടും. അപ്പം എ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇന്റീജറുകൾ എല്ലാം കൊടുക്കാം, ബി ആയിട്ട് കറസ്പോണ്ടിങ് ഇന്റീജറുകൾ തന്നെ കിട്ടും. അതായത് ഡൊമൈനും റേഞ്ചും എന്ത് തന്നെയാണ്? ഇന്റീജർ തന്നെയാണ്. അപ്പൊ മക്കൾ വിചാരിക്കും എല്ലാത്തിനും അങ്ങനല്ലേ എന്ന് വിചാരിക്കും. സപ്പോസ് ഇത് നാച്ചുറൽ നമ്പറിലതായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? എ മൈനസ് ബി. അവരുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നു, എ കോമ ബി എലമെന്റ് ഓഫ് n. എയും ബിയും എന്നിലെ ആൾക്കാരാണ്. എ മൈനസ് ബി ഈസ് നാച്ചുറൽ നമ്പർ എന്ന് വന്നാൽ നമുക്ക് ഡൊമൈൻ നാച്ചുറൽ നമ്പർ, റേഞ്ച് നാച്ചുറൽ നമ്പർ എന്നൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. കാര്യം എന്താന്ന് വെച്ചാൽ നോക്കിക്കേ, എ ആയിട്ട് ഞാനൊരു 1ഉം ബി ആയിട്ട് ഞാനൊരു 10ഉം ചൂസ് ചെയ്താൽ 1 - 10 -9 എന്ന് കിട്ടും ആൻസർ. -9 നാച്ചുറൽ നമ്പറിലെ ആളല്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഇസഡിന് പകരം റിലേഷൻ 6 വന്ന് റിയൽ നമ്പറിന്റെ 6 വന്നാൽ മാത്രം ഒരു കുഴപ്പമില്ല. റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പർ കുറച്ചാൽ റിയൽ നമ്പർ കിട്ടും. ഇന്റീജറിൽ നിന്ന് ഇന്റീജർ കുറച്ചാൽ ഇന്റീജർ കിട്ടും. വേറെ ഒരു സെറ്റും എടുക്കരുത് കേട്ടോ. റാഷണൽ നമ്പറിന്റെ സെറ്റുകളോ അങ്ങനെയൊന്നും എടുക്കരുത്. നാച്ചുറൽ നമ്പർ ഒന്നും വന്നാൽ ഇങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഡൊമൈൻ ഇസ് ഈക്വൽ ടു ഇസഡ്, റേഞ്ച് ഇസ് ഈക്വൽ ടു ഇസഡ്. മക്കളെ റിലേഷൻ ക്ലിയർ ആണോ നിങ്ങൾക്ക്? നമ്മൾ ആദ്യം പഠിച്ച കാര്യം ഞാൻ പറഞ്ഞുതരാം. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് 2 സെറ്റുകൾ തരുന്നു. ആദ്യത്തതിൽ m എലമെന്റ് ഉണ്ട്, രണ്ടാമത്തതിൽ n എലമെന്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് mn ഓർഡേഡ് പെയറുകൾ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ a ക്രോസ് b എഴുതാൻ പഠിച്ചു, a ക്രോസ് b ക്രോസ് c 3 പേരുടെ ക്രോസുകൾ എഴുതാൻ വരെ പഠിച്ചു. പിന്നെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ കുറച്ച് എലമെന്റുകൾ തന്നാൽ അതിനകത്തു നിന്നും ഓരോ സെറ്റിനെ എഴുതാൻ പഠിച്ചു. ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചത് കാർട്ടീഷ്യനില്. റിലേഷൻ വന്നപ്പോൾ നമ്മൾ ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈന്, പിക്ചോറിക്കലി തന്നാൽ എങ്ങനെ എഴുതാം, സെറ്റ് ബിൽഡർ തന്നാൽ അതിനെ എങ്ങനെ റോസ്റ്റർ ആക്കാം, തിരിച്ചു എങ്ങനെ ചെയ്യാം, ഇതെല്ലാമാണ് റിലേഷനിൽ പഠിച്ചത്. മക്കളെ ആർക്കേലും കൺഫ്യൂഷൻ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞേ. അടുത്ത ആളിലോട്ട് പോകാൻ ഫംഗ്ഷനിലേക്ക്. അപ്പൊ പുതിയ ആള് വരുന്നു, ഫംഗ്ഷൻ. നമ്മൾ ആദ്യം കാർട്ടീഷ്യനെ പഠിച്ചു. കാർട്ടീഷ്യ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ആരെ പഠിച്ചു? റിലേഷൻ പഠിച്ചു. അപ്പൊ പറഞ്ഞു കാർട്ടീഷ്യന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന്. അതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടേക്കും എടുക്കാൻ ഉദ്ദേശിക്കുക. നമ്മൾ പറയും റിലേഷന്റെ സബ്സെറ്റ് ആണ് ഫംഗ്ഷൻ. വേണ്ടേ? എക്സാമ്പിള്, റെക്ടാംഗിളിന്റെ സബ്സെറ്റ് ആണ് സ്ക്വയർ. കാര്യം എന്താ? റെക്ടാംഗിൾ തന്നെ സ്പെഷ്യൽ കേസ്. റെക്ടാംഗിൾ എന്ന് വെച്ചാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഡയഗണൽസ് ആർ ഈക്വൽ. അതിന്റെ കൂട്ടത്തിൽ അടുത്ത സ്റ്റേറ്റ്മെന്റോട് വരുന്നു, ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി.
സ്ക്വയറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഡയഗണൽസ് ആർ ഈക്വൽ. അതാണ് സ്ക്വയറിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്ത് വരുന്നു? നോക്കൂ മക്കളെ, അപ്പൊ എന്തോന്നു? റെക്ടാംഗിളിന്റെ സ്പെഷ്യൽ കേസ് ആണ് സ്ക്വയർ. സിമിലർലി റിലേഷന്റെ സ്പെഷ്യൽ കേസ് ആണ് ഫംഗ്ഷൻ. എന്താണ് ആ സ്പെഷ്യാലിറ്റി നോക്കാം. നമ്മൾ പണ്ടും പടം വരച്ചപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് പോലത്തെ സാധനം, ഇവിടെ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് പോലത്തെ സാധനം, 1 2 3 4 5 6 ഇതാണ് ഇവിടെ. ഈ സൈഡില് എ ബി സി ഡി ഇ എഫ്, ഒരു ജി കൂടി ഇരിക്കട്ടെ. ആദ്യത്തെ സെറ്റിനെ ഞാൻ എ എന്നും രണ്ടാമത്തെ സെറ്റിനെ ഞാൻ ബി എന്നും വിളിക്കുന്നു. എ ടു ബി ഒരു റിലേഷൻ ഞാൻ വരയ്ക്കുക. ഇത് റിലേഷൻ ആണല്ലേ. ഓർഡേഡ് പെയർ എഴുതി നമ്മൾ ഇങ്ങനെ എഴുതും. ഓർഡേഡ് പെയർ 1A 1B 2C, 2ൽ നിന്ന് സിയിലേക്ക് കേട്ടോ വരാം. സിയിലേക്ക് ഇങ്ങോട്ട് 2C, 3ക്കൊന്നുമില്ല, 4C 5E. അതാണ് നമ്മുടെ റിലേഷൻ. ഇത് ഫംഗ്ഷൻ ആണോ? ശ്രീലക്ഷ്മി, ഈ ചുമ്മാത് പറ, ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് വല്ലതും തോന്നുന്നുണ്ടോ? ഫംഗ്ഷന്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. ഫംഗ്ഷന്റെ കണ്ടീഷൻ ചോർക്കലി വരയ്ക്കുമ്പോൾ ആദ്യത്തെ സെറ്റിനെ മാത്രമേ നോക്കാവൂ. ആദ്യത്തെ സെറ്റിലെ എല്ലാ എലമെന്റിൽ നിന്നും ഒരു ലൈൻ ഉണ്ടാവണം. എല്ലാ എലമെന്റിൽ നിന്നും ഒരു ലൈൻ ഉണ്ടാവണം. രണ്ടാമത്തെ കണ്ടീഷൻ, എല്ലാ എലമെന്റിൽ നിന്നും ഒരൊറ്റ ലൈനേ പാടുള്ളൂ. ഫംഗ്ഷൻ അല്ല. കാര്യം എന്താ? എല്ലാ എലമെന്റിലും വന്നിട്ടില്ല, ചില എലമെന്റിൽ റിപ്പീറ്റ് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, മ്യൂട്ട് ആക്കിക്കോ മോനെ. അപ്പൊ മക്കളെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എന്തുവാന്ന് വെച്ച് എഴുതിക്കോണം. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരിടത്തുനിന്ന് അടുത്തടുത്തേക്ക് ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ അതിലെ എല്ലായാലും രണ്ടാമത്തെ സൈഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ പാടില്ല. രണ്ടാമത്തെ സൈഡിൽ ഒരു വരെയോ രണ്ട് വരെയോ മൂന്ന് വരെയോ വര ഉണ്ടാവുക ഇല്ലാതിരിക്കുക എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, നമുക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് എ മാത്രം നോക്കിയാൽ മതി, അഥവാ ഫസ്റ്റ് സെറ്റിനെ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് സെറ്റിൽ നിന്ന് നിർബന്ധിതമായി ഒരു വരയെ പാടുള്ളൂ, എക്സാക്ട്ലി ഒരു വരയെ പാടുള്ളൂ. എല്ലാവരിൽ നിന്നും ഓരോ വര ജനറേറ്റ് ചെയ്തിരിക്കണം. അതാണ് പിക്ചോറിക്കലി ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി റോസ്റ്റർ ഫോമിൽ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഫസ്റ്റ് നമ്പർ ഉണ്ടല്ലോ, ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് ആളുകൾ, അവരൊരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓർഡേഡ് പെയറിലെ ആദ്യത്തെ ആളുകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. മക്കൾക്ക് അങ്ങനെ നോക്കിയെടുക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കണം? പിക്ചോറിക്കലിലേക്ക് മാറ്റിയേക്കണം. ഇപ്പൊ ഞാൻ പറയാണ് A is equal to set 1 2 3 4, B is equal to set A B C. മക്കളെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എന്തുവാന്ന് വെച്ച് എഴുതിക്കോണം. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരിടത്തുനിന്ന് അടുത്തടുത്തേക്ക് ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ അതിലെ എല്ലായാലും രണ്ടാമത്തെ സൈഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ പാടില്ല. രണ്ടാമത്തെ സൈഡിൽ ഒരു വരെയോ രണ്ട് വരെയോ മൂന്ന് വരെയോ വര ഉണ്ടാവുക ഇല്ലാതിരിക്കുക എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, നമുക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് എ മാത്രം നോക്കിയാൽ മതി, അഥവാ ഫസ്റ്റ് സെറ്റിനെ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് സെറ്റിൽ നിന്ന് നിർബന്ധിതമായി ഒരു വരയെ പാടുള്ളൂ, എക്സാക്ട്ലി ഒരു വരയെ പാടുള്ളൂ. എല്ലാവരിൽ നിന്നും ഓരോ വര ജനറേറ്റ് ചെയ്തിരിക്കണം. അതാണ് പിക്ചോറിക്കലി ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി റോസ്റ്റർ ഫോമിൽ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഫസ്റ്റ് നമ്പർ ഉണ്ടല്ലോ, ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് ആളുകൾ, അവരൊരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓർഡേഡ് പെയറിലെ ആദ്യത്തെ ആളുകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. മക്കൾക്ക് അങ്ങനെ നോക്കിയെടുക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കണം? പിക്ചോറിക്കലിലേക്ക് മാറ്റിയേക്കണം. ഇപ്പൊ ഞാൻ പറയാണ് A is equal to set 1 2 3 4, B is equal to set A B C, R is equal to 1A 1B 3C 4A. നഷ്മിത,
മോനെ ഇത് ഫംഗ്ഷൻ ആണോടാ? അല്ല. കാര്യം ഒന്നാമത്തെ എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേ. ഒന്നാമത്തെ എലമെന്റ് 1 ഒരു ഒന്നാമത്തെ എലമെന്റ് ആണ്. അത് വേണ്ട 2 തവണ വന്നു അല്ലേ? അതുകൊണ്ട് ഇത് ഫംഗ്ഷൻ അല്ല. ഇനി സപ്പോസ് ഇവൻ ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചോ, ഇപ്പൊ ഇത് ഫംഗ്ഷൻ ആണോ? കാര്യം എന്താ, ഈ 2-ന് എയിലെ 1-ന് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. 1-ന് എയുമായിട്ട് ബന്ധമുണ്ട്, 3-ക്ക് സിയുമായിട്ട് ബന്ധമുണ്ട്, 4-ന് എയുമായിട്ട് ബന്ധമുണ്ട്. 2-ന് ആരുമായിട്ട് ഒരു റിലേഷൻ കണ്ടില്ല. മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വരച്ചോണം. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. മോനെ മ്യൂട്ട് ആക്കിക്കോടാ. ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. എയിൽ 1 2 3 4 ഇത്ര ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ബിയില് എ ബി സി ഉണ്ടെന്നാണ് പറഞ്ഞത്. എക്ക് 1-ഉമായിട്ട് ഒരു ബന്ധമുണ്ട്, 2-നില്ല. 3-ക്ക് സിയുമായി ഒരു ബന്ധമുണ്ട്, 4-ന് എയുമായി ഒരു ബന്ധമുണ്ട്. കണ്ടോ, 2-വിൽ നിന്ന് ഒരു വരെ സ്റ്റാർട്ട് ചെയ്തില്ല. അതായത് 2-ന് ഒരു ഉത്തരവില്ല എന്നല്ല എഴുതുന്നത്, ഇമേജ് എന്നായിരുന്നു കേട്ടോ. 1-ന്റെ ഇമേജ് ആണ് എ. അപ്പൊ നമ്മൾ പറയും ഇവിടുത്തെ റീസൺ എന്താ പറയാൻ പോന്നെ, 2-ന് ഇമേജ് ഇല്ല, അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ അല്ല. ഇവിടെ എന്താ പറയാൻ പോകുന്നത്, 1-ന് ഇമേജ് ഉണ്ട്, 2 ഇമേജ് ഉണ്ട്. നമ്മൾ പറയുന്നത് എക്സാക്ട്ലി ഒരു ഇമേജേ പാടുള്ളൂ. ഇവിടെ എന്താ പറ്റി, ആദ്യത്തതില് 1-ന് 2 ഇമേജ് ഉണ്ടായി. അതുമല്ല 3-ക്ക് ഇമേജ് ഇല്ലാതെ വൈപോയി. അപ്പൊ കണ്ടീഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ നമുക്ക് എത്ര റിലേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. 2n റിലേഷൻസ് ഉണ്ട്. അതിൽ എത്ര പേര് ഫങ്ഷൻസ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഫംഗ്ഷന്റെ എണ്ണം എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയില്ല. അപ്പം മക്കളെ, എഴുതടാ ഫംഗ്ഷൻ. ഹെഡിങ് എഴുതുക ഫങ്ഷൻസ്. എന്നിട്ട് എഴുതി വെക്കുക, ഫംഗ്ഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് റിലേഷൻ. ഫംഗ്ഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് റിലേഷൻ. Function is a subset of relation. Condition for അടുത്ത ബാക്കിയിട്ട് ഇത് condition for function എന്നിട്ട് a പാർട്ട് എഴുതുക. ഒന്നാമത്തെ കണ്ടീഷൻ ആണ് each element in first set has exactly one image. Each element in first set has exactly one image. രണ്ടാമത്തെ കണ്ടീഷൻ എഴുതുക, each element in first set has എന്നല്ല, must have എന്ന് എഴുതിയത്. Each element in first set must have an image. ഇത് രണ്ടുമാണ് കണ്ടീഷൻ. എന്നിട്ട് മക്കൾ ആദ്യത്തെ എക്സാമ്പിൾ എഴുതുക, ഈ പിക്ചോറിക്കലി ഉള്ള സാധനം എഴുതുക, എന്നിട്ട് അത് ഫംഗ്ഷൻ ആവാഞ്ഞത് എന്തുകൊണ്ടെന്ന് എഴുതി വെക്കുക. ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ എഴുതുക, അത് ഫംഗ്ഷൻ ആവാഞ്ഞത് എന്തുകൊണ്ടെന്ന് എഴുതുക. ഇത് എഴുതിയിട്ട് എന്തെഴുതണം, 1 have 2 image and 3 has no image, അല്ലെങ്കിൽ 6 has no image. ഏതെങ്കിലും ഒരു റീസൺ എഴുതിയാൽ മതി കേട്ടോ മക്കളെ. ഈ കണ്ടീഷൻ കൊണ്ട് ഇത് ഫംഗ്ഷൻ ആയില്ല, പിന്നെ ബാക്കി കണ്ടീഷൻ നോക്കിയിട്ടും കാര്യമില്ല. ഇവിടെ ഇത് എഴുതിയാൽ മതി, 1 have more than 1 image. ഇവിടെ എന്ത് എഴുതണം, 2 has no image. അത്ര എഴുതുക. എന്നിട്ട് നമുക്ക് ഫംഗ്ഷൻ പഠിക്കാം. കഴിഞ്ഞോ? ഓക്കെ.
മക്കളെ മാറ്റാണ് കേട്ടോ. സ്പീഡ് കൂടുതലുണ്ട് തോന്നുന്നവർ പറഞ്ഞേക്കണം കേട്ടോ. നമുക്ക് വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞു ചാപ്റ്റർ ഒക്കെ മാക്സിമം വേഗത്തിൽ അങ്ങ് ഒതുക്കി ഒതുക്കി മാറ്റുക. അപ്പം പഠിച്ചങ്ങ് പോവുക. അപ്പം നമുക്ക് മക്കളെ എക്സസൈസ് 2.3 പേജ് നമ്പർ 44 എടുക്കുക. പേജ് നമ്പർ 44 എടുക്കുക. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, 3, 4 അത്രയും ചെയ്യാം. ബാക്കി ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കി നമുക്ക് ഗ്രാഫ് കൂടെ പറഞ്ഞിട്ട് പതുക്കെ ചെയ്യാം. മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കി അങ്ങോട്ട് വെച്ചേ. ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുകൂടെ പറഞ്ഞേക്കണം. പറ മോനെ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് അവിടെ സെറ്റുകളൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് റിപ്പീറ്റ് എന്താണ് എല്ലാവർക്കും ഇമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ട. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഒന്നാമത്തത് ഫംഗ്ഷൻ ആണോ മോനെ? എന്താ മോനെ? രണ്ടാമത്തതിനെ കുറിച്ച് നീ ചിന്തിക്കുകയേ ചെയ്യരുത് കേട്ടോ. രണ്ടാമത്തവൻ ആരുമല്ല. അവൻ എന്ത് വേണേലും ആയിക്കോട്ടെ. അവനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ കാര്യം ഒന്നാമത്തവനെ കുറിച്ച് മാത്രം. നമ്മൾ ആദ്യത്തെ ആളെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. രണ്ടാമത്തവൻ എന്ത് വേണേലും കാണിച്ചോട്ട്. നോക്കി പറ. ഫംഗ്ഷൻ ആണോ അല്ലയോ? ഫംഗ്ഷൻ ആണ്. കാര്യം എന്താണ്? ഒരു എലമെന്റ് പോലും ആദ്യം റിപ്പീറ്റ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ എലമെന്റുകൾ ഫുള്ള് റിപ്പീറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ എലമെന്റിനെ സംബന്ധിച്ച് നോക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരുമല്ല, വേറെ ആരോ ഒരാള്. അയാൾ നല്ലതായാലും ചീത്തയായാലും പഠിക്കുന്ന ആളാണെങ്കിലും ഒന്നും നമുക്ക് കുഴപ്പമില്ല. നമുക്കറിയാവുന്നവര് ആണ് ഫസ്റ്റ്. നമ്മുടെ കൺസേൺ എപ്പോഴും ഫസ്റ്റ് ആളുകളെ കുറിച്ചാണ്. അവരുടെ കുഴപ്പങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ ആദ്യത്തത് ഫംഗ്ഷൻ ആണ്. കാര്യം എന്താ? എല്ലാ എലമെന്റുകൾക്കും എക്സാക്ട്ലി 1 ഇമേജ് ഉള്ളൂ. രണ്ടാമത്തത് ഫംഗ്ഷൻ ആണോ മോനെ? അല്ല. കാര്യം എന്താ? ഫംഗ്ഷൻ ആഡ് ചെയ്ത് നിങ്ങൾ നല്ലതായിട്ട് നോക്ക്. രണ്ടാമത്തത് നോക്ക്. അതിൽ 2 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് അല്ല. രണ്ടാമത് വന്നോ നോക്കരുത് കേട്ടോ. രണ്ടാമത്തെ ആളുകളെ നോക്കാതെ 2 ദണ്ട് ഇവിടെ കിടക്കുന്നു 2. ഈ 2-ൽ തുടങ്ങുന്ന വേറെ വല്ലവരും ഉണ്ടോ ഈ ഭാഗത്ത്? 2-ൽ തുടങ്ങുന്നത് ഇല്ല. 4-ൽ തുടങ്ങുന്ന ആരുമില്ല. 6-ൽ തുടങ്ങുന്ന ആരുമില്ല. 8-ൽ തുടങ്ങുന്ന ആരുമില്ല. 10-ൽ തുടങ്ങുന്ന ആരുമില്ല. 12-ൽ തുടങ്ങുന്ന ആരുമില്ല. 14-ൽ തുടങ്ങുന്ന ആരുമില്ല. അപ്പൊ ഇത് രണ്ടും ഫംഗ്ഷനാ. അടുത്ത നോക്ക്. 1-ൽ തുടങ്ങുന്ന വേറെ വല്ലവരും ഉണ്ടോ? ഉണ്ട്. 1-ൽ തുടങ്ങുന്ന 2 പേരുണ്ട്. അതായത് 1-ന് 2 ഇമേജ് ഉണ്ട്. അപ്പൊ ഇത് ഫംഗ്ഷൻ അല്ല. ഇതിന്റെ റീസൺ ഏതാണത്? 1 ഹാസ് 2 ഇമേജ്. 1-ന് 2 ഉത്തരമുണ്ട്. ഉത്തരത്തെ നമ്മൾ ഇതിൽ വിളിക്കുന്നതാണ് ഇമേജ്. അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ അല്ല. ഇത്ര എഴുതി വെച്ചേ മക്കളെ. എന്നിട്ട് ആ 3rd ക്വസ്റ്റ്യനും 4th ക്വസ്റ്റ്യനും ചെയ്തോടെ. എനിക്കും അറിയാവുന്നവര്. ഈ ചാപ്റ്ററുമായിട്ട് യാതൊരു ബന്ധവും ബന്ധം ഉണ്ടോന്ന് ചോദിച്ചാൽ ഫംഗ്ഷൻ എന്നുള്ള വാക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പോളിനോമിയൽസാ. മോനെ പറയുമോ? f(x = 2x - 5) അങ്ങനെയാണ് f(0) പറഞ്ഞേ. ഞാൻ വേറെ ആരെങ്കിലും വിളിക്കാം. മോനെ നോക്കിക്കടാ. f(x = 2x - 5) എന്ന് പറഞ്ഞു. അങ്ങനെയാണ് f(0) എത്ര? മൈനസ് അല്ല. നോക്ക്. ഇവിടെ എന്തുവാ പറ്റിയത്? 0 കിടന്നത് എവിടാ? ഇവിടുത്തെ x കിടന്ന സ്ഥലത്ത് കയറി 0 കയറി കിടന്നു. അതായത് ക്വസ്റ്റ്യനിൽ എവിടൊക്കെ x കാണുന്നു അവിടെ എല്ലാം നീ 0 ഇട്ട് കൊടുത്തു വെക്കണം. അപ്പൊ 2-ന്റെ കൂടെ ഒരു x ഉണ്ട്. അപ്പൊ 2 × 0 - 5 അതുപോലെ എഴുതി. കാര്യം നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ f-ന്റെ ശേഷം ഒരു x ഉണ്ടായിരുന്നു. ആ x കിടന്നിടത്ത് കയറി 0 കിടന്നു. അതായത് ക്വസ്റ്റ്യനിൽ എവിടൊക്കെ x ഉണ്ടോ അവിടെ എല്ലാം എത്ര കിട്ടും? 2 × 0 എത്ര? 2 × 0 എത്ര? 2. അല്ല പോടാ. 2 × 0 0. 0 - 5 എത്ര കിട്ടും? -5. അങ്ങനെയാണെങ്കിൽ f(7) പറഞ്ഞേ. f(7) = 2 × 7 - 5. 14 - 5. 14 - 5 എത്രടാ? 9. അടുത്തത് f(-3) എത്ര?
2 ഇൻറ്റു -3 -5 എന്ന് കിട്ടും. -6 -5 -11 എന്ന് കിട്ടും. ന്യൂട്ടൺ. മക്കളെ മനസ്സിലായല്ലോ? ഇത് കഴിഞ്ഞ കൊല്ലം പഠിച്ച പോളിനോമിയൽസിനകത്തുണ്ട്. എന്താ സംഭവിച്ചത്? എക്സ് എന്ന് പറയുന്ന ആള് കിടന്ന സ്ഥലത്ത് കയറി ഒരു 0 കിടന്നു. അതായത് ക്വസ്റ്റ്യനിൽ എവിടൊക്കെ എക്സ് ഉണ്ടോ അവിടെ എല്ലാം 0 ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നോക്കി ഇവിടെ എക്സ് കിടന്നിടത്ത് 7 വന്നു. ക്വസ്റ്റ്യനിൽ എവിടൊക്കെ എക്സ് ഉണ്ടോ അവിടെ എല്ലാം 7 കിടക്കണം. എക്സ് കിടന്നിടത്ത് -3 വന്നു. അതായത് ഇവിടൊക്കെ എക്സ് ഉണ്ടോ അവിടെ എല്ലാം -3 കിടക്കണം. ഓക്കെ, എല്ലാവരും എടുക്കാനെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക്. എന്തുവാ പറ്റിയേ? ടി ഓഫ് സി കിടന്നിടത്ത് 0 വന്നു. അതായത് ക്വസ്റ്റ്യനിൽ സി എല്ലാം മാറ്റി 0 ഇടുക. ഇവിടെ നോക്ക്, സി കിടന്നിടത്ത് 28 വന്നു. അതായത് സി മാറ്റി 28 ഇടുക. സി കിടന്നിടത്ത് -10 വന്നു. സി മാറ്റി -10 ഇടുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് മോനെ, 4th പാർട്ട്. അവർ തന്നത് ഇങ്ങനെയാണ്: ടി ഓഫ് സി ഈസ് ഈക്വൽ ടു 9c/5 + 32. എന്നിട്ട് അവർ പറയുന്നു ടി ഓഫ് സി ഈസ് ഈക്വൽ ടു 212 ആണ്. സി മാറ്റിയാണോ 212 ഇടേണ്ടത്? ശ്രീലക്ഷ്മി, മോനെ, ഈ 212 എന്നുള്ള വാല്യൂ എന്തിനെ മാറ്റിയിടണം? കാര്യം തേണ്ടേ, മ്യൂട്ടാക്കിക്കോ മോനെ. നേരത്തെ ഉള്ളതിനകത്തെല്ലാം ബ്രാക്കറ്റിൽ ആളെ മാറ്റിയത്. അതായത് ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റിൽ ആളെ നോക്കി സി ആണ്. അതായത് തൊട്ടു മുമ്പിലുള്ളതിലെല്ലാം സിയെ മാറ്റിയാണ് വിലയിട്ടതെങ്കിൽ ഇവിടെ അവർ പറയുന്നു ടി ഓഫ് സി ആണ് മാറ്റുന്നത്. ടി ഓഫ് സി ഇതേ കിടക്കുന്ന വട്ടത്തിൽ ടി ഓഫ് സി അവനെ മാറ്റണം. അവനെ മാറ്റി അവന് 212 ബന്ധനം നോക്കണം. ആർക്ക് പകരമാണ് വിലയിട്ടേ നോക്കണം. നേരത്തെയൊക്കെ ബ്രാക്കറ്റിലതിന് പകരമാണ്. ബ്രാക്കറ്റിൽ സി ആയിരുന്നു, അതായത് സിക്ക് പകരമായിരുന്നു. ഇവിടെ എന്താ? ടി ഓഫ് സിക്ക് പകരം വാല്യൂ കിട്ടും. അപ്പൊ 212 = 9c/5 + 32 ആണ്. +32 അപ്പുറേ പോയാൽ നമുക്ക് എന്ത് എഴുതാം? 212 - 32 = 9c/5. എത്ര കിട്ടും? 12. 12 പോയി കഴിഞ്ഞാൽ 180 എന്ന് കിട്ടും. 200 - 180. 180 = 9c/5. /5 ഇപ്പുറം വരുമ്പോ ഇൻറ്റു 5 ആകും. അതായത് 180 × 5 = 9c. ഇൻറ്റു 9 ഇപ്പുറം വരുമ്പോ /9 ആകും. 180 × 5/9 = c. ഇവരെ തമ്മിൽ വെട്ടിയാൽ 20. 20 × 5 എന്ന് പറയുമ്പോൾ 100. സിയുടെ വാല്യൂ 100 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ അതിലായിരുന്നു ദ വാല്യൂ ഓഫ് സി. നാലാമത്തെ എഴുതിയെടുക്കും മക്കളെ. എന്നിട്ട് നമുക്ക് കുറച്ച് ഗ്രാഫ് പഠിക്കാം. ഗ്രാഫ് പഠിച്ചിട്ട് എന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സോട് കൂടി ഫംഗ്ഷൻ തീരും കേട്ടോ. തിങ്കളാണ് ചൊവ്വയാണ് നമ്മുടെ ക്ലാസ്. ചൊവ്വാഴ്ച ക്ലാസ് തീരും കേട്ടോ കുഞ്ഞുങ്ങളെ. ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമുക്ക്. എന്താന്ന് വെച്ചാൽ ചിലപ്പം ഗ്രാഫിന്റെ പേര് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കാനോ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡൊമൈനും റേഞ്ച് എഴുതാനോ ഒക്കെ അവർ പറയും. അപ്പൊ നമ്മൾ ഗ്രാഫ് പഠിച്ചു വെച്ചേക്കണം. ഞാൻ ഈ ഇമേജ് എല്ലാം കയറ്റിയിട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുവരെ നോക്കിക്കേ, ഫംഗ്ഷനൊക്കെ ഒന്ന് നോക്കിക്കേ എല്ലാവരും. ടെക്സ്റ്റ് ബുക്ക് വെച്ച് പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമ്മുടെ പകുതി സമയം അതിന് വേണ്ടി പോകും. ഓക്കെ മക്കളെ, ടെക്സ്റ്റ് ബുക്കിൽ ഏതേണ്ടേ ഗ്രാഫിന്റെ പേജ് നമ്പർ 38. 32ാമത്തെ പേജ് നമ്പർ എടുത്തു വെച്ചോ എല്ലാരും. വേണ്ടേ? ഈ കാണുന്ന ഗ്രാഫ് കണ്ടോ? ഇതിന്റെ പേരാണ് ലീനിയർ ഫംഗ്ഷൻ അഥവാ ഐഡന്റിറ്റി ഫംഗ്ഷൻ. പേരെന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? x = y എന്ന് വരും. അതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y = x ആകുന്ന ഫംഗ്ഷൻ. നോക്ക്,
ഫിഗർ നോക്കിക്കേ മക്കളെ, 2 എടുക്കുമ്പോൾ എക്സിന് 2 എന്ന് കൊടുത്താൽ വൈയും 2, ആ പോയിന്റ് എടുത്തു. എക്സിന് 4 വരുമ്പോൾ വൈക്കും 4, എക്സിന് 6 കൊടുത്താൽ വൈക്കും 6, എക്സിന് -4 കൊടുത്താൽ വൈക്കും -4. കണ്ടോ, ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. എക്സിന് എന്ത് കൊടുക്കുന്നോ അത് തന്നെ വൈക്കും കിട്ടും. അങ്ങനെയുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. എക്സിന് എന്ത് കൊടുക്കുന്നോ അത് തന്നെ വൈക്കും കിട്ടും, അതിനെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് പാസസ് ത്രൂ ഒറിജിൻ, അത് ഒറിജിനിൽ കൂടെ തന്നെ കടന്നു പോകും. അടുത്തത് ഇതിന്റെ ഡൊമൈൻ ഏതാന്ന് പറയണം. ഡൊമൈൻ എന്ന് വെച്ചാൽ എന്താ? എക്സിന് ഏതൊക്കെ വാല്യൂ ഉണ്ടെന്ന് നോക്ക് മക്കളെ. എക്സിന് ഇങ്ങോട്ടുള്ള എല്ലാ വാല്യൂ ഉണ്ട്, കാര്യം ഇതിനെല്ലാം കറസ്പോണ്ടിങ് ഇവിടെ ഒരു ഉത്തരവുണ്ട്. അതായത് ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. റേഞ്ച് ഏതാന്ന് നോക്കണം. നമുക്ക് വൈ, എല്ലാ വൈകൾക്കും കറസ്പോണ്ടിങ് ഉത്തരവുണ്ട് അല്ലെ? പോസിറ്റീവ് വൈകൾക്ക് എല്ലാം കറസ്പോണ്ടിങ് ഉത്തരവുണ്ട്, നെഗറ്റീവ് വൈകൾക്ക് എല്ലാം കറസ്പോണ്ടിങ് ഉത്തരവുണ്ട്. അതായത് റേഞ്ചും എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. മനസ്സിലായോ മക്കളെ? y is equal to f of x എന്ന് എഴുതാം, അല്ലെങ്കിൽ y is equal to x എന്ന് എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ f of x is equal to x എന്ന് വേണമെങ്കിലും എഴുതാം. എഴുതിയെടുത്തേ. ഗ്രാഫ് സ്പെഷ്യൽ ഫങ്ഷൻസ് എന്ന് എഴുത്. ഹെഡിങ് സ്പെഷ്യൽ ഫങ്ഷൻസ്. സ്പെഷ്യൽ ഫങ്ഷൻസ്. ഒന്നാമത്തത് ഐഡന്റിറ്റി ഫങ്ഷൻ. ഒന്നാമത്തത് ഐഡന്റിറ്റി ഫങ്ഷൻ. എന്നിട്ട് ആ ഗ്രാഫ് വരച്ചെടുക്കുക. ആ റെഡ് കളർ സൈഡ് എഴുതിയേക്കുന്നത് എഴുതി വെക്കുക. മക്കളെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി പൊക്കോണം. ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനും ഡൊമൈനും റേഞ്ചും എഴുതാനും ചോദിക്കാം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈവൻ ഇൻറ്റീജർ എന്ന് എഴുതിയാലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതെടുത്ത് ഏതാണ്ട് ഇപ്പൊ ഈ കാണിച്ചേക്കുന്നേ, ഇതെന്ന് പറയുന്നത് 0ക്കും 2നും ഇടയിലുള്ള ഒരു നമ്പരാ. എക്സാമ്പിൾ 1.5 ആണെന്ന് വിചാരിച്ചോ. 1.5ന് കറസ്പോണ്ടിങ് ഒരു സ്പേസ് ആ ഗ്രാഫിലുണ്ടോ? ഉണ്ട്. ഇതേണ്ട 2.3 ആണെന്ന് വെച്ചത്, അത് മുകളിലേക്ക് വരയ്ക്കുമ്പോൾ ഗ്രാഫ് ടച്ച് ചെയ്യുന്നുണ്ട്. നോക്ക്, -3 ആണ്, അത് വരയ്ക്കുമ്പോൾ ടച്ച് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ടച്ച് ചെയ്യുന്നുണ്ട് മീൻസ് അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഉത്തരമുണ്ട്. അപ്പൊ 2.3ക്ക് ഉത്തരമുണ്ട്. 2.3 ഇൻറ്റീജർ അല്ല, 2.3 റിയൽ നമ്പർ ആണ്. 2.3ക്ക് ഉത്തരമുണ്ട്, അതുകൊണ്ട് എന്താണ്? റിയൽ നമ്പർ ആണ്. എല്ലാ റിയൽ നമ്പറുകൾക്കും ഉത്തരമുണ്ട്. മീനിങ് ഇതാ മോനെ. അല്ലാതെ നമ്മൾ ഗ്രാഫിൽ എന്ത് നമ്പർ പ്ലോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ല കാര്യം. ഗ്രാഫിലെ എല്ലാ വാല്യൂവിൽ നിന്നും, ഇപ്പൊ നമ്മൾ എക്സിൽ ഏത് പോയിന്റിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നുണ്ടോ? അത്രയും നോക്കിയാൽ മതി. ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട്. ഇനിയിപ്പോ ഈവനിൽ നിന്ന് വരയ്ക്കുമ്പോൾ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇല്ല, ഈവനെ മാത്രം അപ്പൊ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പൊ ഫംഗ്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി ഓരോരോ ഗ്രാഫിന്, ഇനി സ്ക്വയറിന്റെ ഗ്രാഫ്, അങ്ങനെ 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 നമുക്ക് ഒരുപാട് ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. അതിനകത്ത് നിങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ള സാധനങ്ങളാ. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത സാധനങ്ങൾ ഒരുപാട് വരും. സാറേ ഇന്നത്തെ കൺഫ്യൂസ് ചെയ്തേക്കാം സാറേ, 10 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ. ഇവിടെ കറണ്ട് ഇല്ലല്ലോ, ആ പോകും. എന്നാ ഞാൻ ഡിസ്പോസ് ചെയ്യാം. ശരി സാറേ.